എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രധാന കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു പക്ഷേ കോടിക്കണക്കിനായിരിക്കും ജനങ്ങൾ തെരുവോരങ്ങളിലും അതുപോലെ തന്നെ പീഡിയത്തിണ്ണകളിലും വഴിയോരങ്ങളിലെല്ലാം തലചായ്ക്കുവാൻ ഇടമില്ലാതെ ദുരിതം അനുഭവിച്ച് കഴിയുന്നത്. ഓരോ അമ്മമാരും 5, 6, 7 മക്കളെ പ്രസവിച്ച് ഫാമിലി പ്ലാനിങ് പോലും ഇല്ലാതെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ വർദ്ധിച്ച് അവരിങ്ങനെ പ്രസവിച്ച് അവരുടെ എണ്ണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പുഴുക്കളെ പോലെയാണ് അവരുടെ ജീവിതം. തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് പറയുമ്പോൾ അവർ കിടന്നു തുടങ്ങുന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് നമ്മൾ പരിശോധിക്കണം. അവർ മനുഷ്യരാണ്, മനുഷ്യ കുഞ്ഞുങ്ങളാണ്. അവർക്കുമുണ്ട് അവകാശങ്ങൾ. ഭക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം എല്ലാവരുടെയും മൗലിക അവകാശമാണ് എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. നമ്മുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ട് ഇപ്പോൾ 78 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ വികസനം ഒരു വശത്ത് വലുതാകുമ്പോൾ ഒരു വശത്ത് ഇങ്ങനെ പാവപ്പെട്ട ജനങ്ങളുടെ എണ്ണം, ജീവിക്കാൻ പറ്റാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവരുടെ ജീവിതത്തിൻ്റെ ആ കഷ്ടപ്പാടുകൾ, ദുരിതപൂർണമായ ജീവിതങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ജനസേവ രാജസ്ഥാനിലെ അവിടെയുള്ള ചേരികളിലുള്ള കുട്ടികളെ രക്ഷിക്കായിട്ട് നമ്മളൊരു ജനസേവ ഉഡാൻ അക്കാദമി എന്നൊരു സംഘടന രൂപീകരിച്ച് അവിടെ നമ്മൾ ആ കുട്ടികൾക്ക് ഭക്ഷണവും നൽകി അവർക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ തുടക്കം കുറിച്ചിട്ട് ഏകദേശം 3-4 മാസമായിട്ടുള്ളൂ. 4 മാസം കൊണ്ട് നിരവധി കുട്ടികൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ജീവിതങ്ങൾ, അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ പോയി സന്ദർശിക്കുകയുണ്ടായി. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ സുനിൽ ജോസ്, അദ്ദേഹമാണ് നമ്മുടെ ജനസേവ ഉഡാൻ അക്കാദമിയുടെ ഡയറക്ടർ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അവിടെയുള്ള ഒരു വലിയ സ്കൂളിലെ ഒരു അധ്യാപകനാണ്. കോഴിക്കോട് സ്വദേശിയാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് സുനിൽ സാറ് അവിടെയുള്ള സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു വലിയ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചേരികളിലെ കുട്ടികളെ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 400 പേരും കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ച് ഇപ്പോൾ +1, +2 പിന്നെ ഡോക്ടർ വരെ MBBS വരെ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട്. അവരെല്ലാം ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾ പോയി കാണുകയുണ്ടായി. എന്തൊരു ദയനീയമാണെന്നറിയാമോ അവരുടെ ജീവിതം. പുഴുക്കളെ പോലെയാണ് അവർ ജീവിക്കുന്നത്. ചേരികളിൽ എന്ന് പറയുമ്പോൾ യാതൊരു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഓല മേഞ്ഞ വീടുകളാണ്. പെർപ്പായ അതല്ലെങ്കിൽ തുണി കൊണ്ട് വലിച്ചു കെട്ടി അങ്ങനെയുള്ള കീറിപ്പറഞ്ഞ തുണികൾ വലിച്ചു കെട്ടിയുള്ള കുടിലുകൾ. മഴ പെയ്താൽ മുഴുവനും വെള്ളം അകത്തേക്ക് ചോർന്നൊലിക്കുന്ന അങ്ങനെയുള്ള കുടിലുകളിൽ ഈ പാവം കൊച്ചുമക്കൾ ജീവിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സുനിൽ സാറ് അവിടെ പോയുണ്ടായി. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് രാജസ്ഥാനിൽ നല്ല മഴയായിരുന്നു. ഈ ചേരികളിൽ ചെന്നപ്പോഴുണ്ടായ ഒരു അവസ്ഥ കാണേണ്ടതാണ്. എന്തൊരു ദയനീയമാണ്. പാവം കൊച്ചുമക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. രാത്രി മുഴുവൻ ഉറക്കൊളിച്ച് മഴയത്ത് നനഞ്ഞിരിക്കുകയാണ്, ഉറങ്ങാൻ പറ്റാതെ. അപ്പോൾ ഇവരും മനുഷ്യരാണ്, മനുഷ്യ കുഞ്ഞുങ്ങളാണ്. ഇവരും നമ്മുടെ മക്കളാണ്, ഇവരും ഭാരത മക്കളാണ്. ഇവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടും അതുപോലെ തന്നെ ഭരണകർത്താക്കളും ഒരു ചോദ്യം ചോദിക്കാനിരിക്കുന്നത് ഇതാണ്: എന്തുകൊണ്ടാണ് ഇവർ ഈ വിഭാഗത്തെ സംരക്ഷിക്കാതെ, ഇവരെ തിരിഞ്ഞു നോക്കാതെ, ഇവരുടെ സൗകര്യങ്ങൾ, അവർക്ക് നല്ല സൗകര്യങ്ങൾ കൊടുക്കാതെ ഇങ്ങനെ അവരെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു ഉത്തരം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്, ഇവർക്ക് ആധാർ കാർഡില്ല, വോട്ടവകാശമില്ല. അതുകൊണ്ട് വോട്ടവകാശം ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ആർക്കും ഇവരെ ആവശ്യമില്ല എന്ന രീതിയിലാണ് ഒരു കാഴ്ചപ്പാടാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ജനസേവ ശിശുഭവൻ കേരളത്തിൽ നിരവധി വർഷങ്ങളായിട്ട് നമ്മൾ തെരുവിലായിരുന്ന കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 2000-ൽ പരം കുട്ടികളെ നമ്മൾ രക്ഷപ്പെടുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സന്മനസ്സുള്ളവരുടെ സഹായവും അവരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഇത്രയും കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. സർക്കാരിൻ്റെ ഒന്നും നമ്മൾ 10 പൈസ ഇതുവരെ നമ്മൾ വാങ്ങിയിട്ടില്ല. എങ്കിലും നമ്മുടെ പ്രവർത്തനത്തെ അവർ നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ചില ശത്രുക്കൾക്ക് കൂട്ടുനിന്നുകൊണ്ട് ജനസേവ ശിശുഭവന് ഇവിടെ നിന്നും പ്രവർത്തനം അവർ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ പ്രവർത്തനം നമ്മൾ നടത്താൻ പറ്റാത്തൊരവസ്ഥയിൽ
നമ്മൾ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് സുനിൽ സാറിന്റെ ഈ പ്രവർത്തനം നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ മനോരമ ചാനലിലും മാതൃഭൂമി ചാനലിലെല്ലാം വരികയുണ്ടായി. ഞാനത് കണ്ടിട്ടാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. അങ്ങനെയാണ് ജനസേവ ശിശുഭവൻ രാജസ്ഥാനിൽ പോയി ജനസേവ ഉഡാൻ അക്കാദമി എന്ന പേരിൽ നമ്മുടെ പ്രവർത്തനം നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നിരവധി പേര് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും എല്ലാ സുമനസ്സുകളുടെയും സഹായം കിട്ടിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ കൊച്ചുമക്കൾക്ക് ചെയ്യാൻ സാധിക്കും. അവർക്ക് നമ്മൾ അവരെ കുടിലുകൾ ചോർന്നൊലിക്കുന്ന കുടിലുകൾക്ക് നമ്മൾ ടർപ്പായ വാങ്ങിക്കൊടുത്ത് അവർക്ക് തൽക്കാലം ഒരു സമരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി 20ഓളം ടീച്ചർമാരെ നമ്മൾ അവിടെ നമുക്ക് അവർ സാലറി കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ സുനിൽ സാറിന്റെ നേതൃത്വത്തിൽ അവിടെ വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത്. എങ്കിലും നിരവധി കുഞ്ഞുങ്ങൾ ഇന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ കഷ്ടപ്പെട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ നമുക്ക് ശബ്ദം ഉയർത്തണം. ശബ്ദം ഉയർത്തുക എന്ന് പറയുന്നത് ഇതൊരു സമരം പോലെ തന്നെ, ഒരു വിമോചന സമരം പോലെ തന്നെ മുമ്പോട്ട് പോയിരിക്കുന്നു. ഈ പാവം കുട്ടികൾക്ക്, ഈ പാവം മനുഷ്യർക്ക് വോട്ടവകാശം ഇല്ല എന്നതിന്റെ പേരിൽ ഇവരെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് ശരിയാണോ എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാനുണ്ട്. അത് ഇവിടുത്തെ ഭരണകർത്താക്കൾ ചോദിക്കണം. അവരവരുടെ മനസ്സ് തുറക്കണം. ഇതിനൊരു പരിഹാരം കാണണം. നമ്മൾ വികസനം എന്ന് പറയുന്നു. വികസന കാര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകട്ടെ, നല്ല കാര്യം തന്നെ. ഒപ്പം വികസനം പൂർണ്ണത വരണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാവർക്കും നല്ല ജീവിതം കൊടുക്കണം. ജീവിത നിലവാരം അവർക്ക് വേണം. അവർക്ക് അത്യാവശ്യം ഒരു കിടന്നുറങ്ങുവാൻ സ്ഥലമെങ്കിലും വേണം. അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവരുടെ അവകാശം അത് സാധിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഇവിടുത്തെ ഭരണകർത്താക്കളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരണം. ഈ ഒരു ശബ്ദം നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തണം. അതിനുവേണ്ടി ജനസേവാ ശിശുവിനുമായി കൈകോർക്കുന്ന എല്ലാ സുമനസ്സുകളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഇതിനുവേണ്ടി നമുക്ക് പോരാടണം. ഇതൊരു വലിയ ഒരു ലക്ഷ്യത്തിനു വേണ്ടി, ഈ കുട്ടികളെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ശബ്ദം ഉയർത്തി മുന്നേറണം. എല്ലാവർക്കും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജോസ് മാവേലി.